എടി നീ ചിരിക്കണ്ട, കൂട്ടുകാരെല്ലാരും കൂടെ വന്ന് വന്ന് മടുത്തു. അവർക്കാർക്കും ഇനിയും വരാൻ വയ്യാന്ന്. അതുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന് വെച്ചു. പോട്ടടി, 9 മണിക്ക് അവിടെ ചെല്ലാന്ന് പറഞ്ഞതാ. എന്നാ ശരി, പോയിട്ട് വാ. ഓക്കെ ആയാ പറയണേ. ആ പറയാം പറയാം. ആ സന്ധിച്ചേട്ടനോ? നീ എങ്ങോട്ടാ വേണം ഈ മാരായുധമൊക്കെ ആയിട്ട്? ഇതും കൊണ്ട് ഞാൻ ആടിന് തീറ്റ വെട്ടാൻ പോവാ. അതിന് നിങ്ങൾക്ക് പശു അല്ലായിരുന്നു ഉണ്ടായിരുന്നത്? പശു എന്തിയെ? പശുവൊന്നുമില്ല, പശുവിനെ കൊടുത്തു. ആട് മാത്രമേ ഉള്ളൂ ഇപ്പോഴ്. അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ പാല് വാങ്ങിക്കാൻ പോയത്. നല്ല മഴക്കോളുണ്ട്, പെട്ടെന്ന് പോയി തീറ്റ വെട്ടിക്കൊണ്ട് പോകും. ചേട്ടൻ എങ്ങോട്ടാ? ഓ, ഞാൻ മനീഷിന്റെ വീഡിയോ വരെ പോടി. ഞാൻ ചോദിക്കാൻ മറന്നുപോയി, രാവിലെ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഓ എന്താവാന്, റേഷൻ കടക്കാരനൊക്കെ ആരാടി പെണ്ണ് തരാന്? അപ്പനപ്പന്മാര് തൊട്ടുള്ള കടയാ, അങ്ങനെ കളയാൻ നോക്കൂ. പെണ്ണുങ്ങൾക്കെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മതിയടി. ഒളിച്ചോടി പോകാൻ അവർക്ക് ഒരു ക്വാളിറ്റിയും വേണ്ട. ഏതാണ്ട് 10 വർഷമായിട്ട് പെണ്ണ് കാണൽ തുടങ്ങിയതല്ലേ, ഇപ്പൊ എത്ര പെണ്ണുങ്ങളെ കണ്ട്? ഒരു 18 എണ്ണം വരെയൊക്കെ എണ്ണം എടുത്തായിരുന്നു. പിന്നീട് അങ്ങോട്ട് എത്രയായിരുന്നു ഒരു പിടുത്തമില്ല. ഏതാണ്ട് ഒരു 30 എണ്ണം വരെയൊക്കെ ആയി കാണും. 30 പെണ്ണുങ്ങളെയോ? നമ്മുടെ ഈ അടുത്ത ജില്ല എല്ലാം കവർ ചെയ്തോ? ആ ബെസ്റ്റ്. എടി, പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂർ വരെ പോയി പെണ്ണ് കണ്ടു. എന്താ പോരെ? ചുരുക്കി പറഞ്ഞ ചേട്ടൻ കേരളം മൊത്തം പെണ്ണിനെ തപ്പിയിട്ടും കിട്ടിയില്ലല്ലേ? ഓ, ഇനി എനിക്ക് വയ്യടി, പരിപാടി നിർത്തി. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അല്ലടി, നിന്റെ കല്യാണം എന്തോ ആയി? ഇതുവരെ ഒന്നും ആയില്ലയോ? ഒരുപാട് പേര് വന്ന് കണ്ടതാ. നടക്കേണ്ട സമയത്ത് അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പൊ ഈ പ്രായത്തിൽ ആര് കെട്ടാനാ? നമ്മുടെ അടുത്തൊക്കെ നല്ല പെൺപിള്ളേരുള്ളപ്പോ എന്തിനാ ഇങ്ങനെ ലോകം ചുറ്റി നടക്കുന്നത്? അല്ലേലും ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാ. നാട്ടിൽ നല്ല ജോലി ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ അന്യ നാട്ടിൽ പോയി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും. ആ ചിലപ്പോ അങ്ങനെ അടി. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നൊന്നും നമ്മൾ കണ്ടെന്ന് വരത്തില്ല. ഞാൻ പോട്ടെ. എന്നെ ചിലപ്പോ ഇഷ്ടമല്ലായിരിക്കും. ആരെന്നെങ്കിൽ ചോദിച്ചേന്. എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറി പറയുന്നത്? ഇവൾക്ക് എന്നെ ഇഷ്ടമായിരിക്കുമോ? ചോദിച്ചാ അല്ലെന്ന് പറഞ്ഞാൽ നാണം കേടാകും. പിന്നെ ഈ സൗഹൃദം പോലും ഇല്ലാതാകും. വേണ്ട, അല്ലെങ്കിൽ ഇത് ചോദിക്കാം. ബിന്ദുസേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്തായിരുന്നു? മറക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ചോദ്യം, എന്തായിരുന്നു? അത് പിന്നെ അതെങ്കിലേ ആടിനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരെണ്ണത്തിനെ വേണമായിരുന്നു. അവിടുന്ന് ആടിനെ ഒന്നും കൊടുക്കാനില്ല. എന്നാ ഈ ആട്ടിൻകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ആരെ? നിന്നെ. അവിടുന്ന്. ഇത് ഞാൻ എത്ര വർഷങ്ങളായി കേൾക്കാൻ കൊതിച്ച വാക്കുകളാ. നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നല്ലേ? അവിടുന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ.